ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. രാമായണ പാരായണം. നമ്മൾ അയോധ്യാധിപതിക്ക്, അതായത് ദശരഥന് ഉണ്ടായ 4 കുമാരന്മാർ, അതും പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ ഫലമായി ഉണ്ടായ 4 കുമാരന്മാർ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ മേൽനോട്ടത്തിലും ബ്രഹ്മചര്യകാലം, അതായത് വിദ്യാഭ്യാസകാലം പിന്നിട്ടു. അത് പറയുമ്പോൾ ശ്യാമള നിറം പൂണ്ട ലോകങ്ങളെ രമിപ്പിക്കുന്നവരായ രാമദേവൻ, ആ രാമദേവൻ തൻ്റെ സഹോദരന്മാരോടൊത്ത് താതനും അമ്മമാർക്കും അയോധ്യാവാസികൾക്കും പ്രീതി നൽകിക്കൊണ്ട് വളർന്നു വന്നു. അപ്പോൾ വിഷ്ണു അവതാരമാണ് ശ്രീരാമൻ. ആ ശ്രീരാമന്, അതായത് ഭർത്താവായ മഹാവിഷ്ണുവിന് അയോധ്യയിൽ അധിവാസം ഉണ്ടായതിൽ കൊണ്ട് ലക്ഷ്മി ദേവിക്ക്, അതായത് പുൽത്താർ മാനിനിതാനും കളിച്ചു വിളങ്ങിനാൾ എവിടെ? അയോധ്യയിൽ. സകല ചരാചരങ്ങൾക്കും ഗുരുവായി വിളങ്ങിടുന്ന ഭഗവാൻ, അതായത് ശ്രീരാമദേവൻ. അങ്ങനെയുള്ള ഭഗവാന്റെ ഗുരുവാകാൻ സാധിച്ചതിലുള്ള സന്തോഷം അതാർക്ക്? വസിഷ്ഠ മഹാമുനിക്ക്. അപ്പോൾ ധർമ്മശാസ്ത്രേതി പുരാണങ്ങൾ, ധനുർവേദം, രാജ്യഭരണ നിപുണത, അങ്ങനെ ശ്രേഷ്ഠനായ ഒരു രാജാവ്, അല്ലെങ്കിൽ രാജാവാകുന്നതിന് വേണ്ട എല്ലാ വിദ്യകളും രാജകുമാരനായ ശ്രീരാമനും അഭ്യസിച്ചു. കൂടെ സഹോദരങ്ങളും അവരെല്ലാം പരമാനന്ദമായി അയോധ്യയിൽ കഴിയുന്ന കാലം. അങ്ങനെയുള്ള കാലത്താണ് ഇവിടെ അയോധ്യ നഗരിയിലേക്ക് വിശ്വാമിത്രൻ്റെ ഒരു വരവ്. വിശ്വാമിത്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ക്ഷിപ്രകോപിയാണ്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയേ പിൻവാങ്ങൂ, അല്ലെങ്കിലോ ശപിച്ചു കുലം മുടിച്ചു കളയും. അങ്ങനെയൊക്കെയുള്ള ആ വിശ്വാമിത്ര മഹർഷി അയോധ്യാപുരിയിലേക്ക് എത്തുകയാണ്. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കാം മാറെഴുന്നള്ളിയിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധി നന്ദനോടും ചെന്നിതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ. സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടിനാൻ, അസ്മജ്ജന്മവും ഇന്നു വന്നിതു സഫലമായി. നിന്തിരുപടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാനിഹത പോന്നിതേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തോന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുപടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ, ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ, വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജ സുബാഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായവനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ,
കല്യാണമതേ കരുണാനിധേ നരപദേ. ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തേ ചൊല്ലിയിടിനൻ. എന്തു ചൊൽവതു ഗുരോ നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ, മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുട തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേളന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മുഹുരാത്മനെ വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾ വരമെന്നാൻ. പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ. ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായാദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോനിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല താനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം. പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതൂണീരബാണ ഖഡ്ഗപാണികളായ ഭൂമതികുമാരന്മാരോടും കൗശികമുനി യാത്രയും അയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണകുമാരാകൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാത ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം. ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ. ദേവനിർമ്മിതികൾ ഈ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ക്ഷുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. അതായത് ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങളെ ഇപ്പോഴേ ചെയ്തു തുടങ്ങുകയാണ്.
കുമാരന്മാര് ധനുർവിദ്യകളൊക്കെ വേണ്ട പോലെ പഠിച്ചു, ഭരണപാടവം നേടി. അങ്ങനെയാണെങ്കിലും രാജകൊട്ടാരത്തിൽ വളർന്ന ആ കുമാരന്മാര് ദേഹവും വിശപ്പും എന്നും അങ്ങനെയുള്ള ദാഹമെന്ത് വിശപ്പ് എന്തെന്ന് അറിയാതെ വളർന്നവരാണ്. അങ്ങനെയുള്ള ദേഹമാണ് അവരുടേത്. ആയവര് കാനനത്തിൽ പോയി വസിക്കണമെങ്കിലും 14 വർഷം അവിടെ വസിക്കണമെങ്കിലും ശക്തിമാന്മാരായ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യണമെങ്കിലും അത് തുടർച്ചയായി നിന്ന് യുദ്ധം ചെയ്യണമെങ്കിലും ഒക്കെ അവരുടെ മനസ്സും ശരീരവും ഒക്കെ അതിനു വേണ്ടി പാകപ്പെടണം. ആ പാകപ്പെടുത്തലാണ് ഇവിടെ കൗശിക മുനിയുടെ അല്ലെങ്കിൽ വിശ്വാമിത്ര മുനിയുടെ ഈ വരവോടുകൂടിയൊക്കെ ആ കൂടെ പോകുന്നതോടുകൂടിയൊക്കെ സാധിക്കുന്നത്. അതായത് ദാഹവും വിശപ്പും ക്ഷുൽപിപാസാദികൾ അറിയാതിരിക്കാനായിട്ട് അവർക്ക് 2 വിദ്യകൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ബലയും അതിബലയും. ഈ 2 വിദ്യകൾ അത് ദേവനിർമ്മിതകളീ വിദ്യകളെന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. അങ്ങനെ ആ വിദ്യകളെ ജപിച്ച് പഠിച്ച് അതിനെ സ്വായത്തമാക്കിയ കുമാരന്മാരെ ക്ഷുൽപിപാസാദികൾ ദാഹവും വിശപ്പും തീർന്ന അങ്ങനെയുള്ള ബാലന്മാരുമായിട്ടാണ് വിശ്വാമിത്ര മുനി കാനനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ഗംഗ എന്ന് പറയുന്നത് ആ അയോധ്യയുടെ അതിരാണ്. ഗംഗ കടന്നാണ് കാനനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. അത് കഴിഞ്ഞ് അവരുടെ നിയോഗങ്ങൾ ഒന്നൊന്നായി നടപ്പാകുകയാണ്. അടുത്തത് താടകാവധമാണ്. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ, രാഘവ സത്യപരാക്രമവാരിധേ രാമ, പോകുമാറില്ലീ വഴിയാരുമേ ഇതുകാലം. കാടിത് കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല, ഭുവനവാസി ജനം ഭുവനേശ്വരാ പോറ്റി. കൊല്ലണം അവള നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ, മെല്ലവേയൊന്നു ചെറുഞാണുലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം. ചെറുഞാണുലി കേട്ടു കോപിച്ചു നിശാചരി, പെരിക വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനേ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാഷ്ട്രയാ പുലർകാലേ. പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പുണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്കയാഗമിനി, താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതു കൗശികൻ അതു കാലമാഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുമാം അവനെയൊരു ശരമന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ.
അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനുമന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവനെന്നെ രക്ഷിക്കേണമെന്ന ഭയം പുക്കീടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാനന്ന് തുടങ്ങി മാരീചനും. പറ്റലേർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി. അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി, അരുതു വൃഥാ കാലം കളകെന്നുള്ളതേതും. ജനകമഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാൺമാൻ പോക നാം വത്സന്മാരെ. ചൊല്ലെഴും ത്രയംബകമാകിന മാഹേശ്വര വില്ലുണ്ട് വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീമഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം. ക്ഷോണീപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ. പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദബലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ചയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേഷണനും ഈ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരമാശ്രയയോഗ്യം നാനാജന്തു സംവീതം താനും. എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വമെന്തെന്നതരുൾ ചെയ്യേണം തപോനിധേ. എന്നതു കേട്ടു വിശ്വാമിത്രന് മുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാതെ തപസുള്ള ഗൗതമമുനി. ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ. ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും. തന്നുട പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധവശനായാൻ. ചെന്തുണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ. ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും. അതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനയുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാദിയിങ്കൽ. സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരമന്തര പുക്കാനുടജാന്തരേ പരവശാൽ സൂത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും. മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു.
വൃത്രാരാധിക്കു മുനി ശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായി എത്രയും വേപതി പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലുനില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലു ചെല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാൻ എന്തുമൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാഭാവി. സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ, തവ വൃത്താന്തം പറയായികിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിത് മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകമ്പുക്കൊപ്പോൾ അഹല്യയും വേപതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ, ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം. ദുഷ്കൃതമുടങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം. കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാതപവായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളും ഒന്നും ഇവിടെയുണ്ടായി വരാ കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യ വത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൂക്കാൻ അന്നു തൊട്ടിവിടെ വാണിയിടിനാങ്ങളഹല്യയും. നിന്തിരുമലരടിച്ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണി. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമഭഗ്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൾ. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം പൂക്കാൻ ഉഗ്രമാം തപസ്സൊടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചുതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിയിടിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭനേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഖവന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും. തന്നുടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുന്നമരുൾ ചെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർണോജവിലോചനൻ പത്മജാമനോഹരൻ യുദ്ധമാത്മന് ചിന്തിച്ചു ധാനം ചെയ്തു ഭക്ത്യാ
സത്വരമർഘ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായൊരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ. അഹല്യസ്തുതി. ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നത് മൂലമാത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളലപേക്ഷിതം പാദപത്മ സംലഗ്ന പാംസുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു. ഭവൽ പ്രസാദാതിരേകത്താൽ അതിന്നെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ, മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേക ശൂന്യനചലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജ പാംസു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പത്. വൈകുണ്ഠാതൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണോ. മർത്യനായവതരിച്ചോരു പൂരുഷം ദേവം, ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം, തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം, ഭക്തിയൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും. യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ, ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്നുഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനദ്വയനേകനവ്യയനനാകുലൻ വേദ്യനല്ലാരാലുമെന്നാലും വേദാന്തവേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതിസ് സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാ രാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി. വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കണം. രാമരാഘവാ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവീ പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാലനുധ്യേയം. മാനാർത്ഥം മുന്നിലമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം. നിർമ്മലം ശംഖചക്രകുലിശ മത്സ്യാങ്കിതം. മന്മനോനികേതനം കൽമഷവിനാശനം. നിർമ്മലാത്മനാം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാതിഭൂതനായതും ഭവാനല്ലോ.
സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ. വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ. വാച്യനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണകർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിൻ തിരുവടിയത് സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാവിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിൻ തിരുവടി തന്നെ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തുമകത്തുമെല്ലാടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിൻ തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ. ബുദ്ധനവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ. സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ. സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ. സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ. തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ. തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ. നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ. നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ. സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു. സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ. മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ. നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായ അന്തയായുള്ളോരു ഞാൻ ഇങ്ങനെ അറിയുന്നു. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. യത്ര കുത്രാഭിവസിച്ചിടിലുമെല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞവരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമഃ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ. സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം. ദിനനായകാ കോടി സദൃശ്യപ്രഭം രാമം. കരസാരസ യുഗസുധൃത ശരപാപം. കരുണാകരം കാളജലതഭാസം രാമം. ജനകരുചിരദിവ്യാംബരം രമാവരം. കനകോജ്വലരത്നകുണ്ടലാഞ്ചിതഗണ്ഡം. കമലദളലോല വിമല വിലോചനം. കമലോത്ഭവനദം മനസാരാമമീഢേ. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം. പുരുഷോത്തമം കൂപ്പിസ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാത്മജയാകുമഹല്യതാനും പിന്നെ ലോകേശാനുജ്ഞയാ പോയത് പവിത്രയായി. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഓ